അങ്ങനെ പുതിയൊരു ദിവസം ഡേ 2 ബിയോണ്ട് ദ ബോർഡറിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫാമിലി എന്തിയേ? ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടതാണെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ ക്യാമ്പിങ് അൺപാക്ക് ചെയ്തതിന്റെ വീഡിയോസ് ഒക്കെ പെട്ടെന്ന് ടൈം ലാപ്സ് ആയിട്ട് കാണിക്കാൻ സമയം കളയണ്ട. അതുകൂടെ തന്നെ പിന്നെ ദഹലിലെ ജീവിതവും അവിടുത്തെ കുറച്ച് ആൾക്കാരും ഇവിടുത്തെ ഫെസിലിറ്റി ഒക്കെ നമുക്ക് ഓടിപ്പോയി കണ്ടേച്ചു വരാം. അപ്പൊ നിങ്ങൾ റെഡിയല്ലേ? ഉറങ്ങാൻ പറ്റിയ നന്നായിട്ട് ഉറങ്ങിയല്ലേ? ഓക്കെ, അപ്പൊ ഉറങ്ങി നമുക്ക് ഇവിടുത്തെ വിശേഷം കാണാം. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ക്യാമ്പ് സൈറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റി എന്താണെന്ന് നോക്കുവാണെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റി മാത്രമേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഷവറും ബാത്തൊക്കെ കണക്കാന്ന് തോന്നുന്നു. ഓഹ്, എന്താ വണ്ടി നോക്കിയാൽ പ്രോപ്പർ 4x4 യൂറോപ്യൻ വണ്ടിയാണ്. നമ്പർ പ്ലേറ്റ് കണ്ടിട്ട് ഇത് ബെൽജിയം BGU ബെൽജിയം ഫാമിലിയാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഇന്ത്യക്കാർക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. ആകെ ഒരു നാല് വണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ വളരെ റൂറലായിട്ടുള്ള ബേസിക് ക്യാമ്പ് സൈറ്റാണ്. ഞാൻ ഇതിൻ്റെ ഫെസിലിറ്റിയും ടോയ്ലറ്റ് അങ്ങനെ പോയി നമുക്ക് ഓരോ ക്യാമ്പ് സൈറ്റിലും ഇതുപോലെ ഒരു ചെയർ കിട്ടുന്നുണ്ട്, ക്യാമ്പിംഗ് ചെയർ. ഇത് വാട്ടർ സപ്ലൈ ഉണ്ട്. നമ്മുടെ അവിടെ ഉണ്ടോയെന്ന് നോക്കാൻ ഞങ്ങൾക്ക് ഇന്നലെ സമയം കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ വന്നപ്പോഴേക്കും ഒത്തിരി ലേറ്റായി. അതുകൂടെ ദഹലിൻ്റെ ഫേമസ് ആയിട്ടുള്ള ചെറിയ ശാലകളുണ്ട്. ഇതും ഒരു ഫെസിലിറ്റിയാണ്. നമുക്ക് അതിനെക്കുറിച്ച് കാണാം. അപ്പോൾ നമ്മുടെ മോർണിംഗ് കർമ്മങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എല്ലാവരും തന്നെ ക്യാമ്പ് സൈറ്റ് വിട്ടു കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാവരും ഒരു വണ്ടിയും കൂടെ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയി. പക്ഷേ ഇവിടം വരെ ഇന്നലത്തെ രാത്രിയാണ് ഞാൻ ഓർക്കുന്നത്. ഇവിടെ എത്തുന്ന വരെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള ഒരു പേടിയായിരുന്നു. ആളും അനക്കവും ഇല്ലാതെ അല്ല ലൈനോ വെട്ടോ ഇല്ലാതെ എത്രയോ മണിക്കൂറുകൾ ഡ്രൈവ് ചെയ്ത് ഓഫ് റോഡ് അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു സൈഡിൽ ടോയ്ലറ്റ് ഉണ്ട്. വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ചൂടുവെള്ളം ഉണ്ട് കേട്ടോ. അത് ഗ്യാസിൽ ഓട്ടോമാറ്റിക്കലി വർക്കാവുന്ന ചൂടുവെള്ളം. ഓക്കെ, ഇതാണ് ഷവർ ഏരിയ. ഓക്കെ, അപ്പോൾ ചൂടുവെള്ളം തണുത്ത വെള്ളമുണ്ട്. ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ബേസിക് ഇത് മാത്രമേ ഉള്ളൂ. ഇതിന് ഇവർ ചാർജ് ചെയ്യുന്നത് പെർ ഡേ ഒരാൾക്ക് 120, അതായത് ഒരു നാട്ടിലെ 650-700 രൂപ അടുത്താണ് ഒരു ദിവസം ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. ഓവർലാൻഡിങ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലത്ത്, ഇത്രയും റിമോട്ടായ സ്ഥലത്ത് ഇത്രയും ഫെസിലിറ്റി കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഇതായിട്ടാണ്, ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഞാൻ കുളിച്ച് പെട്ടെന്ന് ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കാൻ. നമുക്ക് ഡ്രസ്സ് മാറാൻ നേരത്താണ് ശ്രദ്ധിച്ചത്. ഇതിന് ആരെങ്കിലും വന്നാൽ എന്ത് ചെയ്യും? പാട്ട് പാടിക്കൊണ്ട് നിൽക്കേണ്ട വരുമോ എന്ന് നോക്കുമ്പോഴാണ് പാട്ട് പാടിക്കൊണ്ട് നിൽക്കല്ലോ കേട്ടോ. ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഇതുണ്ടോ, ആള് ടോയ്ലറ്റിലുണ്ട്. പാട്ട് പാടുന്നില്ലെങ്കിൽ പോലും നമുക്ക് കുളിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. തണുത്ത വെള്ളം. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്, ചൂട് മതി. ബേസിക് ക്ലൈമറ്റ് ഒക്കെ ഉള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് രാവിലെ തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയാൽ നമുക്ക് ഒരു ദിവസം ഒരു ആവേശമുള്ളൂ. അപ്പോൾ ഏതൊക്കെയാലും കുളിച്ച് റെഡിയാവാം. ചൂടുവെള്ളം റെഡി. അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞു, ഒന്ന് ഫ്രഷായി ഇന്നത്തെ ദിവസത്തേക്ക് കിടക്കാം. ഇന്നലെ ഞങ്ങളിവിടെ എത്തിച്ചേർന്ന വഴികളൊക്കെ ഇന്ന് കാണിക്കാം. ഈ ഹില്ലിലേക്ക് ഒരു വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് തിരിച്ചു പോകുന്നത് നിങ്ങളെ കാണിക്കാം. എന്തായി നമ്മുടെ വണ്ടി സാധനങ്ങൾ രാവിലത്തെ ഞങ്ങളുടെ കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബാക്കി ടെൻറ്റ് ഫോൾഡ് ചെയ്യണം, സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ച് കയറ്റി വെക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട്. ഹലോ, യു സ്റ്റിൽ സ്ലീപ്പി? ടയേർഡ്. ഒരു സ്ഥലത്ത് തന്നെ ഒത്തിരി ദിവസം നിന്ന് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് കൂടുതൽ കാഴ്ചകൾ എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് പോകുന്ന ക്യാമ്പ് സൈറ്റ് ഇനി പോകുന്നത് ഇച്ചിരി കൂടെ മോഡേൺ അല്ല, കുറച്ചും കൂടെ എന്താ പറയുക, വേറൊരു യുണീക്കായിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമ്പ് സൈറ്റിൽ ഉൾപ്പെടുന്ന ഒരു ക്യാമ്പ് സൈറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതിനു മുമ്പ് യഥാർത്ഥ ഓവർലാൻഡിങ്ങിൻ്റെതായ ത്രില്ലുകളൊക്കെ വരാൻ പോവുകയാണ്.
അപ്പം നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്കും എല്ലാം നീങ്ങാം. മേഡം എല്ലാം റെഡിയാക്കുന്നുണ്ട്, പാക്കിങ്ങും പരിപാടിയൊക്കെ നടക്കുന്നു. സാൻസെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്നാ സാൻസ, ഹെല്ലിൽ മൊത്തം എന്തുകൊണ്ടാണ് ഇതിനെ ഹെല്ലെന്ന് വിളിക്കുന്നത്? ഇവിടെ മൊത്തം മുള്ളാണ്. മുള്ള്, ഇവിടെ വന്ന് പെട്ട് കെട്ടുന്നതിന്റെ അങ്ങനെ ഓടി കള്ളന്മാർക്കൊന്നും ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. വണ്ടി പോലും സ്ക്രാച്ച് ആവുന്ന പോലത്തെ മുള്ള, ഫുൾ മുള്ള്. ഇവിടെ ഇതൊക്കെ ഓവർലാൻഡേഴ്സ് എല്ലാം ഹൈലക്സും പിന്നെ ഈ പറഞ്ഞ വണ്ടികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മളെ പോലെ ക്യാമ്പിംഗ് അല്ല, നിങ്ങൾക്ക് അഥവാ ഷാലെ ബുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ എ സൈസ് ഉള്ളേക്കോട്ടെ, അതായത് എ സ്ട്രക്ചർ ഷാലേസ് ഉണ്ട് 3-4 അത് ഞാൻ കാണിക്കാം. അതുകൂടാതെ തന്നെ ഇവിടെ ഡിഹലിന്റെ ഹിസ്റ്ററി കാണിക്കാം. ഒക്കെ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എപ്പിസോഡായിട്ട്. അത് മാത്രമല്ല, ഈ ഹെല്ലിലേക്ക് ഒറ്റ വഴിയുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഇന്നലെ വന്ന വഴി, ആ രാത്രി വന്ന അതേ വഴി ഞങ്ങൾ തിരിച്ചു പോകേണ്ടത്. രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ അത്രയും രാത്രിയുടേതായ പേടിയുണ്ട്. പക്ഷെ റോഡിന്റെ ഭീകരത ഞങ്ങൾ അധികം മനസ്സിലാക്കിയില്ല. അതിന്റെ ഭീകരത ഇന്ന് നമുക്ക് കാണിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ഇതൊന്ന് കണ്ടേച്ച് പോവാം. We got this nice structure. Let me capture some videos for. Okay. I'm going to switch my language to another one. Don't get panic. Okay, this is a structure. നമുക്ക് ഇവിടെ ശാല പോലെയുണ്ട്. ഇതിന് കുറച്ചും കൂടെ എമൗണ്ട് കൂടുതലാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുമാതിരി നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ക്ലോസ് ആയി കിടക്കുവാന്ന് തോന്നുന്നു. നോക്കട്ടെ, തുറന്നാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതെല്ലാം ലോക്ക്ഡാണ്. അപ്പോൾ അത് കൂടാതെ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള അമ്യൂണിറ്റി ഉണ്ട്. എല്ലാം ഹൈലക്സും ആ റേഞ്ച് സാധനങ്ങളാണ്. ഓ, യു ആർ സോളാർ പവേർഡ്. യു ആർ റെഡി ഫോർ ദ ഹെൽ. ഓക്കെ, സി ദിസ് എ കോമൺ ബ്രൈ ഏരിയ. അങ്ങനെ നമുക്കൊരു ഡീപ് ഫ്രീസർ, ഫ്രിഡ്ജൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം സാധനങ്ങൾ വന്ന് സ്റ്റോക്ക് ചെയ്യാം. ഇഫ് യു ആർ സ്റ്റേയിങ് മോർ ദാൻ 2 or 3 days. നല്ല ഫെസിലിറ്റി. അങ്ങനെ അത് കൂടാതെ ഉണ്ട് ഇവിടെ ഒരു ടബ് ഏരിയ ഒക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കൂടുതലും ബാച്ചുലേഴ്സ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു മൂഡാണ്. ഇതാണ് അതിൻ്റെ എ സ്ട്രക്ചർ ഇതായിട്ടുള്ളത്. 2 സെക്ഷനുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നൈസ് ഫെസിലിറ്റി. അവർ യങ്സ്റ്റേഴ്സ് എല്ലാം കൂടെ കുളിക്കാൻ വന്ന. ഡു യു മൈൻഡ് ഐ എം പീപ്പിംഗ് ഇൻ ലിൽ? താങ്ക് യു. സി, ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ സ്ട്രച്ച്. സി, അങ്ങനെ നമുക്ക് ഒരു 2 സിംഗിൾ ബെഡ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാവുന്ന ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഈ ക്യാമ്പിങ്ങിൻ്റെ ഹസ്സിലൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഇവിടെ ഇന്നലെ ഞങ്ങൾ രാത്രി വരുമ്പോൾ ആദ്യം കണ്ടത് ഈ 4 പേരെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ആശ്വാസമായത്. ലാലി, ഞാൻ പറയുമായിരുന്നു ഇന്നലെ ഈ വണ്ടി കണ്ടപ്പോഴാണ് നമുക്കൊരു ആശ്വാസമായെന്ന് ഞാൻ പറയുന്നത്. നമ്മൾ എത്ര മണിക്കൂർ ഡ്രൈവ് ചെയ്തതിന് ശേഷം ആരെയും കാണാതെ വന്നപ്പോൾ. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഏകദേശം ഇപ്പം ആക്റ്റീവായിട്ട് ഒരു ഫാമിംഗ് ഗ്രൂപ്പോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഒരു കാലത്ത് ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. 1800-കളിൽ ഇവിടെ സെറ്റിലേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അന്ന് ഒരു റോഡോ ഒന്നുമില്ലാത്ത സമയത്ത് ഹെല്ലിൽ വന്ന് സെറ്റിൽമെന്റ് നടത്തി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ദൂരം ഞാൻ ഇന്ന് ടൈം ലാപ്സ് ഒക്കെ ആയിട്ട് കാണിക്കാം. ഒരു മെയിൻ റോഡിൽ നിന്ന്, അല്ലെങ്കിൽ കേപ്പ് ടൗൺ പോട്ടെ, ഇവിടെ അടുത്ത ഒരു റോഡിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇതുപോലത്തെ റോഡില്ലാത്ത കാലത്ത് ഒരു 100 കിലോമീറ്റർ ഇന്നറിലായിരുന്നു ഹെല്ലുണ്ടായിരുന്നത്. അപ്പം അതിനുശേഷമാണ് റോഡ് വന്നത്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ കാറ് കൊണ്ടുവന്ന സ്റ്റോറി, ആ കാറൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് ഒക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ നിങ്ങൾ ആ നമ്പർ കണ്ടോ, ഹെൽ നമ്പർ 1. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ നമ്മുടെ പേഴ്സണൽ നമ്പർ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ആകെയുള്ള 1-2 വണ്ടിയായിരിക്കും. അതിൽ അവർ ആ വണ്ടിക്ക് ഹെൽ നമ്പർ 1 എന്നാണ് ഇട്ടേക്കുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം കോഫി ടീ ഒക്കെ കഴിക്കാനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ കയറി ജസ്റ്റ് കണ്ടിട്ട് വരാം. Hello, Pucha. More about the hell actually, like you are which generation you are? 5 generations now. Fifth generation. Yeah. Okay, and how many families are still here? No, nothing, just us. 3 sections in Kamkaskloof. We prefer private property in the middle. Okay. Got nature around us, and right at the bottom there's 3 medical doctors and engineer that's got a piece of property as well. Okay. It's only the 3 entities that's in the kloof. We are mostly just tourism. So everything is nowadays, we don't farm anymore. Yes. So 90% are tourists. So we work between 9 and 14,000 people in a year. Yeah. All accommodation and camping and stuff. Okay. You don't get many Indians actually. We are from India all the way. So for me, that side, for them it's going to be very interesting. Yeah. And the first settlement, when was it? Early 1800s, 1841. 1841. Okay. Although there was documents that the people started in 1776.
1776. That time, more or less, how many families? Well, a peak period, about 26, 28 people, or families that was down here, just over 150, 180 people. 3 schools that was running. Oh, 3 schools. 3 schools, yeah. Okay. So, educating English as well. And Mostly was Afrikaner people in those days, Afrikaans, Dutch people. I read about the first car actually. That's also a very fascinating story for First me. car, it was actually take a little bit of a while and page through all the albums that we've got. Okay. The car that you will see on the grass outside, that's the Morris 8 that was carried in 11 October 1958. 1958. 58, yeah. That's before the road being made. The road was 4 years before the car came in, so the road that you did yesterday was officially opened in 9th August 1962. So started there at Kosterklip, you've seen that big stone next to the road. That's where the bulldozer started in 1960, January 1960. Took him 2 years and 6 months to bulldoze the whole road that you've done yesterday and will do today again. If I ask the hell name, what is the story behind? It's just nobody knows actually. It's a nickname. Yeah. It's a nickname for the Kloof. So the old Kloofers wasn't very fond about the name. Okay. A lot of people in the modern world will say, no, it's a piece of paradise. We also felt the same. Yeah, especially the stars in the night. Yeah, there's many versions. Nobody can say exactly where it came from for the nickname. But it could be also for the descending of Den Helling Yes. in Dutch. The Helling, the 2 sides. And it came more rounded in the Boer's mouth to say we're going down to the hell. So if it was hell extreme hot, it was hell to get down here, we don't know. It could be one all of the extremes, we can say all the extremes. But I must say, off-road lovers, this is the best place to visit. Yeah. Overlanding, and I'm sure you get mostly the people from that kind of lifestyle. Actually. The big thing is there's no crime around here. Yeah. More in the platteland that we would call in Afrikaans. It's more you can camp anywhere. You can go to a campsite without thinking, there's going to be problems tonight and theft and whatever. It's nothing. Yesterday we saw that board actually. The road to hell has been closed actually, Yeah. and we are already late and we don't know what to do. Must we? And we trusted on her WhatsApp message and see you later. We trusted on that words and to carry forward. Yeah. Otherwise, one stage we said, what we're going to do, what we're going to do while camping or whatever actually. But somehow in the last moment we see the gentleman there and I saw you also. Then I thought, Then you thought you see the beard in the in the glaze of the vehicle's lights. And the car, where can I see the car? Outside on the grass, you'll see there's one yeah. over there, the CJ number plate. Okay. And then the albums, I think either inside or it's on the table over there. I'll just have a check and then go through them, see the pictures, how they carried it in, how they struggled to bring it in. I just want to say thank you for you. I've been in touch with you. I was chatting with you. Hi. Good morning. Okay. So I'm switching to my language, my audience. Actually, mostly my audience are that side. 100%. So, okay. So that's what this history. It's a rich history, and it's a farm, farm village, pure farm village, and also നമ്മൾ എല്ലാ ഫാമിലെ കാണുന്ന പോലെ തന്നെ ഇതുണ്ടോ ഇവിടുത്തെ ഫാമിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ജാമുകൾ സോസുകൾ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പുറത്തിറങ്ങി നമുക്ക് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട്. നമ്മൾ വാട്ട് ആംബിയൻസ് ഇവർ നല്ലൊരു റിസപ്ഷൻ ഏരിയയും വളരെ ലിമിറ്റഡ് ആയിട്ട് പുതിയ ജനറേഷനിൽപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ട്. 5th ജനറേഷനാണ് ഇവർ. ഇവിടുത്തെ ആൾക്കാർ ഇതാണ് ഇവിടെ ഉണ്ടായിരുന്ന ആനിമൽസ് അല്ലേ സിയാനെ? ഇത് നമ്മുടെ ടൈഗർ അല്ല, ഇതെന്നാ സഞ്ച് മൗണ്ടൻ ചീറ്റയാണോ? ആകെ 2 വണ്ടിയാണ് ഈ ഹില്ലിലുള്ളത്. അപ്പം ഇവിടെ പണ്ടത്തെ ഉപയോഗിച്ചിരുന്ന വണ്ടിയുടെ മോഡലാണ് ഇത്. ഡോങ്കി, നമ്മുടെ കഴുത വലിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. അപ്പോൾ കഴുത വലിച്ചാണ് ഇവിടുത്തെ ആദ്യത്തെ കാറിനെ ഇവിടെ വലിച്ച് ചുമന്ന് കൊണ്ടുവരുമായിരുന്നു. അപ്പം ഇതാണ് അന്നത്തെ ഡോങ്കി സ്റ്റൈൽ. നമ്മുടെ നാട്ടിലെ കോഴീനെയൊക്കെ കാണാൻ നല്ല ചുമന്ന ഗിരിരാജൻ കോഴി ടൈപ്പ് സാധനത്തിനൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഒരു വില്ലേജ് വൈബ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വില്ലേജ് വൈബ്. അങ്ങനെ ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓസ്ട്രേലിയക്കുള്ള കിലോമീറ്ററും ബ്ലൂ ഫണ്ടൈനുള്ള കിലോമീറ്ററൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്ര ഐസൊലേറ്റഡ് ആണെന്നാണ് കാണിക്കുന്നത്. ഇതായിരുന്നു ഇവിടെ ആദ്യമായിട്ട് എത്തിച്ചേർന്ന കാറ്. 58 എന്നാണ് പറഞ്ഞ കിലോമീറ്റർ. ആ കാറിൻ്റെ അവശിഷ്ടങ്ങൾ ഇവരിവിടെ വെച്ചിട്ടുണ്ട്. റോഡില്ലാത്തയിടത്തേക്ക് എന്തിന് കാറ് കൊണ്ടുവന്നു എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്ത് പറയുന്നു? ഈ റോഡൊക്കെ ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. അതെ ഒരു ഫാമിലി എത്ര അഴുക്കാണെങ്കിലും ഇവിടെ വരെ ആൾക്കാർ എത്തിപ്പെടുന്നുണ്ടല്ലോ. അതെ, ഒരു ഫാമിലി ഉള്ളൂ, ആകെ ഒരു ഫാമിലി വന്നിട്ട്. പക്ഷേ ടൂറിസത്തിന് വേണ്ടി ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ കണ്ടോ
ഡോങ്കി ഫാമിൻ്റെതായ എല്ലാ ആംബിയൻസും ഉണ്ട് കേട്ടോ. ഇതായിരുന്നു ഇവിടുത്തെ മോഡ് ഓഫ് ട്രാൻസ്ഫർ കേട്ടോ. അന്നത്തെ മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ് നമ്മൾ ഈ കാണുന്നത്, ഡോങ്കി ഫാമിങ് സെക്ടർ. സിയാനെ ഹലോ, ഹി ജസ്റ്റ് വാണ്ട് സിയാനെ നോക്കടാ, ഹി ജസ്റ്റ് ഫ്രണ്ട്ലി അല്ലടാ, ഫ്രണ്ട്ലി ഡോങ്കി അല്ലടാ. അതിൻ്റെ പുറകിലൊരു പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വൃത്തിയുള്ള ഡോങ്കിയാണല്ലോ. അപ്പം ഞങ്ങൾ ഹെല്ലിൽ ചെന്നപ്പോൾ കണ്ട ഒരു കൗതുകപരമായ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ലുട്ടാപ്പി, സാൻസിയൻ ലുട്ടാപ്പി, സിയാനെ നിർത്തിക്കേണ്ടി സിയാൻ ലുട്ടാപ്പിനെ ആക്കിക്കേ. നമ്മുടെ സിയാൻ ലുട്ടാപ്പി ഹെല്ലിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി സെൽഫി ബോർഡ് അല്ലെങ്കിൽ ഫോട്ടോ ബോർഡ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മോഡൽ നമ്മുടെ ലുട്ടാപ്പിയാണ് മോഡൽ വന്നേക്കുന്നത്. പക്ഷേ ഹെല്ലെന്ന് പറയുമെങ്കിലും ഇവിടെ ഒരു പാരഡൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ സഞ്ജ? ഇന്നലത്തെ ജേണി മാത്രമേ ഞങ്ങൾക്ക് ഇങ്ങോട്ടുള്ള വഴി മാത്രമേ. When we came to our resort yesterday, we had to go through a road. It was so bumpy. We ran over fishes and there was lots of thorns. That's why it's called the hell, we think. അതുകൊണ്ടാണ്. അപ്പം പക്ഷേ ഇതൊരു പ്യുവർ അന്നത്തെ കാലത്തെ, അതായത് വളരെ റിമോട്ട് എന്ന് പറഞ്ഞാൽ വളരെ റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലവും അതിൻ്റെ ഒരു ലൈഫൊക്കെയാണ്. അപ്പോൾ നമുക്ക് മെല്ലെ പോവാം. വിറക് പോലെയാണ് മാൻ്റെ കമ്പൊക്കെ അടുക്കി വെച്ചേക്കുന്നത്, കൊമ്പൊക്കെ അടുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹിസ്റ്ററിയൊക്കെ പറയുന്ന ആൽബങ്ങൾ, ഫോട്ടോസൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ശരിക്കും ഇത് അന്നത്തെ കാലത്തെ ആ ഡ്രസ്സിങ്ങും അവിടുത്തെ ആദ്യകാലത്തെ സെറ്റിലേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെയാണ് കേട്ടോ. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും എന്താണേലും ഇവർ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വരുന്നവർക്ക് കാണാൻ വേണ്ടി. ഇന്നിപ്പോൾ ഒരു കുടുംബം ഇവിടെ ഉള്ളെങ്കിലും പണ്ട് ഇവിടെ സ്കൂളും പിന്നെ ചർച്ചും അങ്ങനെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടായിരുന്നു. പല പല ആൾക്കാരും, പിന്നെ ഇവിടെ സ്ലേവായിട്ട് കുറേ ആൾക്കാർ, കറക്റ്റീവ് സെൻ്ററായിട്ട് കുറേ ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള പല ഹിസ്റ്ററിയുണ്ട്. അത് കൂടാതെ തന്നെ ഇത് ഈ ബൈക്കേഴ്സിൻ്റെയൊക്കെ ഒരു പാരഡൈസ് ആയിരുന്നു കേട്ടോ. അന്നത്തെ കാലത്ത് തന്നെ ഈ ബൈക്കേഴ്സൊക്കെ ഇവിടെ എത്തിപ്പെടുകയും അവർ ഉരുണ്ടു വീഴുന്ന ഫോട്ടോയൊക്കെ വെച്ചേക്കുന്നു. ഭാഗ്യം നമ്മൾ ഇന്നലെ തെന്നി താഴോട്ട് പോകാതെ ഇവിടെ എത്തിയതൊരു ഭാഗ്യം തന്നെ. അടിപൊളി കളക്ഷൻ അല്ലേ, എന്നാ മെമ്മറീസ് അല്ലേ. ഇതുണ്ടോ, ഇതാണ് അതിലും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇവിടെ ഇപ്പം അവിടെ കിടക്കുന്ന ആ കാറിൻ്റെ അവിടുന്ന് അന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഫോട്ടോസാണ് ഈ കാണുന്നത്. നോക്കി, കല്ലിൻ്റെ അകത്തോടെയൊക്കെ വലിച്ച് കയറ്റി കഴുതയും കുതിരയും എല്ലാത്തിനെയും കൂടെ വലിച്ച് കയറ്റിയാണ് വണ്ടി പാർട്സ് ആക്കിയിട്ടൊക്കെയാണ് ഇവിടെ എത്തിച്ചത്. അത് വലിയൊരു ആഘോഷം തന്നെയായിരുന്നു തോന്നുന്നത്. എന്നാണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു മെമ്മറി ആയിട്ട് ഇവിടെ കുറേ ഫോട്ടോസ് അവർ വെച്ചിട്ടുണ്ട്, വരുന്നവർക്ക് കാണാൻ വേണ്ടിയൊക്കെ വെച്ചേക്കുകയാണ്. അങ്ങനെയാണ് ഹെല്ല്. ഇതൊരു ഹെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ഭയങ്കര ഹിസ്റ്ററി തന്നെ. എത്രയോ നമ്മൾ വിചാരിക്കില്ല ഇത്രയും ഉള്ളിൽ ഇതുപോലൊരു സമൂഹം ജീവിക്കുന്നുണ്ടെന്ന്. ഈ ഫോട്ടോസൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അത് വിശ്വസിക്കാൻ, അവരുടെ ഹിസ്റ്ററി നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ഭയങ്കര യുണീക്കായിട്ടൊരു സ്റ്റോറി ആയിട്ട് തോന്നി. അങ്ങനെയാണ് നമ്മുടെ ഹെല്ലിൻ്റെ സ്റ്റോറി. ഓക്കെ, നമുക്ക് പോയേക്കാലോ, മെല്ലെ വിട്ടാലോ ഡാർലി? Cheers, nice to meet you. Okay, thank you.